ബി.ജെ.പി. ഭരിക്കുന്ന ഉത്തരാഖണ്ഡിൽ താൻ ഒരു റാലിയെ അഭിസംബോധന ചെയ്ത സ്ഥലത്ത് ശുദ്ധീകരണ ചടങ്ങ് നടന്നതായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ പറഞ്ഞതിനെ തുടർന്ന് രാജ്യസഭയിൽ വലിയൊരു ബഹളമാണ് ഇപ്പോൾ ഉണ്ടായത്. അതായത് മല്ലികാർജ്ജുന ഖാർഗെ പറഞ്ഞത്, ജാർഖണ്ഡിൽ ഞാൻ ഒരു റാലിയെ അഭിസംബോധന ചെയ്തു, അതെല്ലാം കഴിഞ്ഞ് ഞാൻ പോയതിനു ശേഷം ആരോ അവിടെ ഒരു ചാണകവെള്ളമൊക്കെ തളിച്ച് അവിടെ ഒരു ശുദ്ധീകരണം നടത്തിയെന്നാണ് മല്ലികാർജ്ജുന ഖാർഗെ ഒരു ആരോപണം ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഖാർഗെ ഈ വിഷയം ഉന്നയിച്ച ഉടൻ തന്നെ സംഭവം നിർഭാഗ്യകരമാണെന്ന് വിശേഷിപ്പിച്ച കേന്ദ്രമന്ത്രി ജെ.പി. നഡ്ഡ ഇത്തരം നടപടികളെ ബി.ജെ.പി. അംഗീകരിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഹൽദ്വാനിയിലെ രാംലീല മൈതാനിയിൽ നടന്ന ഒരു ചടങ്ങിനെ ചൊല്ലി കോൺഗ്രസും ബി.ജെ.പിയും തമ്മിൽ വാക്പോര് നടക്കുന്ന സാഹചര്യത്തിൽ ഉത്തരാഖണ്ഡിൽ ഈ വിഷയം ഇതിനകം തന്നെ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തിയിട്ടുണ്ട്. ദളിത് വിഭാഗക്കാരനായ ഖാർഗെ അവിടെ ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്ത് 2 ദിവസത്തിനു ശേഷമാണ് ഒരു വലതുപക്ഷ സംഘടന ഈ ചടങ്ങ് സംഘടിപ്പിച്ചത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ അവസാന ദിവസമായ ഇന്ന് രാജ്യസഭയിലും ഈ വിഷയം ചർച്ചയായി മാറിയിരിക്കുകയാണ്. നടപടികൾ ആരംഭിച്ചപ്പോൾ ഓഗസ്റ്റ് 8-ന് താൻ ഒരു റാലിയെ അഭിസംബോധന ചെയ്ത വേദിയിൽ ബി.ജെ.പി. പ്രവർത്തകർ ഹവനം നടത്തുകയും ശുദ്ധീകരണം നിർവഹിക്കുകയും ചെയ്തതായി കോൺഗ്രസ് അധ്യക്ഷൻ ആരോപിക്കുന്നുണ്ട്. അന്ന് അവിടെ ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു. ഞാൻ ഏതെങ്കിലും സമുദായത്തെയോ മതത്തെയോ കുറിച്ച് പരാമർശിച്ചിട്ടില്ല. ഞാൻ ഏതെങ്കിലും ഒരു സമുദായത്തെയോ അല്ലെങ്കിൽ മതത്തെയോ മോശമായി ഒന്നും തന്നെ ഞാൻ പരാമർശനം നടത്തിയിട്ടില്ല. പക്ഷെ എന്തിനാണ് അവിടെ ഒരു ശുദ്ധീകരണം നടത്തിയത്? ഞാൻ സംസാരിച്ചു പോയതിനു ശേഷം എന്തിനാണ് ഒരു ശുദ്ധീകരണം നടത്തിയത് എന്ന് ഖാർഗെ ചോദിക്കുകയാണ്. അത് ബി.ജെ.പി. പ്രവർത്തകരാണ് നടത്തിയതെന്നാണ് ഖാർഗെ പറയുന്നത്. പക്ഷെ അതിനൊരു വ്യക്തമായ തെളിവുകളൊന്നും ഖാർഗെ പറയുന്നില്ല. അവിടുത്തെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് മാത്രമാണ് ഞാൻ സംസാരിച്ചത്. എന്നാൽ എന്റെ പ്രസംഗത്തിന് ശേഷം ബി.ജെ.പി. പ്രവർത്തകർ ഹവൻ നടത്തിയെന്ന് ഖാർഗെ പറയുന്നുണ്ട്. ജനാധിപത്യത്തിൽ ഇതാണോ രീതി? ഭരണഘടനയെ നിങ്ങൾ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത്? ഞാനാണ് പ്രതിപക്ഷ നേതാവ്. ഈ വിഷയങ്ങളെ രാഷ്ട്രീയവത്കരിക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. കോൺഗ്രസിനെ നയിക്കുന്ന രണ്ടാമത്തെ ദളിത് നേതാവായ ഖാർഗെ പറഞ്ഞ കാര്യങ്ങളാണിത്. കോൺഗ്രസ് നേതാക്കളുടെ ശക്തമായ വലിയ രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കോൺഗ്രസിലെ എംപിമാർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ആ മുദ്രാവാക്യ വിളികൾക്കിടയിലും ഐത്തത്തെക്കാൾ വലിയൊരു പാപം ലോകത്തിനില്ല എന്ന് ഊന്നി പറഞ്ഞുകൊണ്ട് രാജ്യസഭാ അധ്യക്ഷൻ ഖാർഗെയെ ശാന്തനാക്കാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് രാജ്യസഭയിൽ കണ്ടത്. ഇത് അപലപനീയമാണ്. ഇതിന് ഉത്തരവാദികളായവരെ പിടികൂടണം. ഇക്കാര്യത്തിൽ 2 അഭിപ്രായമില്ല എന്നാണ് സ്പീക്കർ പറഞ്ഞത്. ഈ സംഭവത്തിൽ നിന്ന് ബി.ജെ.പി. അകറ്റി നിർത്താനാണ് കേന്ദ്രമന്ത്രി ജെ.പി. നഡ്ഡ ശ്രമിച്ചത്. വിഷയം അന്വേഷിക്കുമെന്ന് അദ്ദേഹം ഖാർഗെക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇത് ഞങ്ങൾ, അതായത് ബി.ജെ.പി. ചെയ്തതാണെന്ന് ആവർത്തിച്ച് പറയരുത്. ഇത്തരം പ്രവർത്തനങ്ങളെ ബി.ജെ.പി. ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്ന് നഡ്ഡ പറഞ്ഞു. ഇത് ആര് ചെയ്താലും നമ്മൾ കണ്ടുപിടിക്കും. അവർക്ക് കർശനമായ രീതിയിൽ അവർക്ക് ശിക്ഷ ഉറപ്പാക്കുമെന്ന് ഖാർഗെയോട് ജെ.പി. നഡ്ഡ പറയുന്നുണ്ട്. അവിടെ നടന്ന കാര്യങ്ങൾ തീർച്ചയായും അന്വേഷിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നുവെന്നാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി ഇന്ന് ഖാർഗെക്ക് ഉറപ്പ് നൽകിയത്.